ഉറൂബ് സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാവാരത്തിന് തുടക്കമായി. പൊന്നാനി നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള ഉറൂബ് സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വായനാവാരത്തിന് തുടക്കമായി. വായനാ ദിനത്തിൽ PN പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. വസീഫ് കലൈദ് രചിച്ച ഖദീജ എന്ന പുസ്തകം എഴുത്തുകാരൻ KV നദീർ വിശകലനം ചെയ്തു. വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ വായന, രചനകൾ, വായനാക്കുറിപ്പുകൾ എന്നിവ അടിസ്ഥാനമാക്കി കുറ്റി പെൻസിൽ പതിപ്പ് പ്രസിദ്ധീകരിക്കും. എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ. വായനാവാര പ്രവർത്തനങ്ങൾക്ക് പ്രൊഫസർ ഇമ്പിച്ചിക്കോയത്തങ്ങൾ, MA ഹസീബ്, താജ് ബക്കർ, ബാബു താണിക്കാട്, സുജന, രമ ടീച്ചർ, നെഹിദ, ചന്ദ്രൻ മാസ്റ്റർ, PP കമാലുദ്ദീൻ, PV ജമാൽ, അജ്മൽ ഷാജഹാൻ, റിയാസ്, ഷിഹാബ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉറൂബ് സ്മാരക ലൈബ്രറി വായനശാല എല്ലാ വർഷവും വായനാ വാരത്തോട് അനുബന്ധിച്ച് വൈവിധ്യമേറിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയുടെ ഭാഗമായി പൊന്നാനി MIP സ്കൂളിൽ വെച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പരിപാടികളാണ് ഉറൂബ് ലൈബ്രറി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആദ്യത്തെ ദിവസമായ ഇന്ന് ഖദീജ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചുള്ള പുസ്തക പരിചയവും അതിൻ്റെ ആഖ്യാന രീതിയെക്കുറിച്ചുള്ള ഒരു വിശകലനവുമാണ് എഴുത്തുകാരനായ KV നദീർ നിർവഹിക്കുന്നത്. തുടർന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ധാരാളം പുസ്തകങ്ങൾ നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയും പൊന്നാനിയിലെ എഴുത്തുകാരുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മളെ സംവദിക്കുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ പരിപാടിയാണ്. കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളാണ് നമ്മുടെ ഭാവിയിലെ കരുതലും മൂലധനവും. ആ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ എഴുത്തിനെ പരിപോഷിപ്പിക്കുന്നതിനും അവരിൽ വായന വളർത്തുന്നതിനും പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുമായി കുറ്റി പെൻസിൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പൊന്നാനി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അവർ ആ പുസ്തകങ്ങൾ വായിച്ച് കുറിപ്പ് തയ്യാറാക്കുകയും ആസ്വാദനക്കുറിപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പരിപാടി നമ്മൾ ഈ വായനാ വാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വായന കൊണ്ടുള്ള നേട്ടം എന്ത് എന്ന ചോദ്യത്തിന്റെ നേർക്കുനേരെയുള്ള വളരെ സംക്ഷിപ്തമായ ഉത്തരം എന്നുള്ളത്, മനുഷ്യനെ നനവുള്ളവരാക്കി മാറ്റണമെങ്കിൽ പുതിയ കാലത്ത് വായന കൂടിയേ തീരൂ എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൽ ഏതാണ്ട് 10ഓളം മനുഷ്യരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 10 മനുഷ്യരിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാകണം മനുഷ്യൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്ങനെ ആകരുത് മനുഷ്യൻ എന്നതിന്റെ ഉത്തരം കൂടി ഇത് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ട് 5 കഥാപാത്രങ്ങളാണ് ഈ പുസ്തകം വിവരിക്കുന്നത്. ഒന്നാമത്തെയാൾ അബൂക്കയാണ്, രണ്ടാമത്തെയാൾ ആയിഷയാണ്, മൂന്നാമത്തെയാൾ പുസ്തകത്തിന്റെ പേരിലുള്ള ഖദീജയാണ്, നാലാമത്തെയാൾ ഒരു ഹസനിക്കയാണ്, അഞ്ചാമത്തെയാൾ ഹംസക്കുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഈ 5 പേരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സംഗതി, ഈ മനുഷ്യരെ പോലെ നമ്മൾ ആയിരുന്നെങ്കിൽ എന്ന ഒരു ബോധ്യത്തെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് വായന നൽകുന്ന റിസൾട്ട് എന്നുള്ളത്. കുറെ മനുഷ്യരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നതാണ്. ഇതിൽ അബൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ ചുറ്റിലുമുള്ള മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളാനും ചേർത്ത് പിടിക്കാനും ഉപാധികളില്ലാതെ കൂടെ കൊണ്ട് നടക്കാനും പ്രാപ്തമായ ഒരു മനുഷ്യരൂപമാണ്. ഖദീജ അബൂക്കയുടെ ഭാര്യയാണ്. തന്റെ പ്രിയതമയുടെ ഇഷ്ടങ്ങളെ അതേ സെൻസോടുകൂടി ഉൾക്കൊള്ളാനും ചേർത്ത് നിർത്താനും ചേർത്ത് പിടിക്കാനും കൂടെ കൊണ്ട് നടക്കാനും പ്രാപ്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് ഖദീജ അവതരിപ്പിക്കുന്നത്. ആയിഷയാണ് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഥാപാത്രം. അബൂക്കയുടെ ആദ്യ പ്രണയമാണ് ആയിഷ. പക്ഷേ ഭൂലോകത്ത് അബു ആയിഷയെ പ്രണയിച്ചിരുന്നു എന്നുള്ളത് രണ്ടേ പേർക്ക് അറിയുള്ളൂ. ഒന്ന് അബൂക്കക്കും മറ്റൊന്ന് അബൂക്കയുടെ പ്രിയപ്പെട്ടവളായ ഖദീജക്കും. വേറൊരാൾക്കും അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ ആയിഷ അബൂക്കയെ കണ്ടിരുന്നത് തന്റെ ഉറ്റ ചങ്ങാതിയായിട്ടാണ്. കാണാതിരുന്നിട്ടും സംസാരിക്കാതിരുന്നിട്ടും പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കാതിരുന്നിട്ടും മനസ്സ് നിറച്ച് കൊണ്ടു നടന്ന ഒരു ബാല്യകാല സുഹൃത്താണ് ആയിഷക്ക് അബൂക്ക എന്ന് പറയുന്നത്.
പക്ഷെ അബൂക്കയെ സംബന്ധിച്ചിടത്തോളം അവൾ പ്രണയത്തിന്റെ മൂർത്തതയാണ്. ഖദീജയ്ക്ക് തന്റെ പ്രിയതമന്റെ പ്രണയത്തെ കലഹമായി കാണാൻ ഇഷ്ടമില്ലായിരുന്നു. സ്വാഭാവികമായിട്ടുള്ള പിണക്കങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടാകാറുണ്ടെങ്കിലും തന്റെ പ്രിയപ്പെട്ടവൻ കാണിക്കുന്ന വിശുദ്ധമായ പ്രണയത്തെ അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കഥാപാത്രമാണ് ഖദീജ എന്നുള്ളത്. നിങ്ങൾ ജ്വല്ലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ? എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ, അക്കൗണ്ട് സ്റ്റാഫ്, കാഷ്യർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, റിസപ്ഷൻ സ്റ്റാഫ്, സെയിൽസ് ട്രെയിനിങ്, മാർക്കറ്റിംഗ് സ്റ്റാഫ്, ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അട്രാക്റ്റീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഡോണ്ട് മിസ് ഇറ്റ്.